കൂട്ടുകാരെ, കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കണ്ടതാണ് കിണറിലേക്ക് ഇറങ്ങിപ്പോയ സമ്പത്തിന് പകരം അദ്ദേഹത്തിന്റെ തുകത്തിനനുസരിച്ചുള്ള സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും കിണർ പകരം നൽകുന്നതായിട്ട്. ഇത്തവണയും അവർക്ക് ലഭിച്ച നിധിശേഖരത്തിൽ നിന്നും വീണ്ടും ഒരു സന്ദേശം അവർക്ക് ലഭിക്കുകയാണ്. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഇത്രയും രുചികരമായ ഭക്ഷണം ഇനിയും ഉണ്ടെങ്കിൽ അയക്കുക. ഇപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കിണർ സമ്പത്തിനെ ഭക്ഷിച്ചു കഴിഞ്ഞു എന്ന്. ഇനി ഇതുപോലുള്ള രുചികരമായ ഭക്ഷണം എങ്ങനെയാണ് നൽകുന്നത് അവർ ആലോചിച്ചു. അത്യാഗ്രഹമൂത്ത ഇരുവരും കുടിയനായ തങ്ങളുടെ മാമനെ കിണറിലേക്ക് ഇടാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മാധമ്മയും സഹോദരി മോഹിനിയും തങ്ങളുടെ മാമനെ കിണറിലേക്ക് തള്ളിയിട്ട് വീണ്ടും ധാരാളം നിധി സമ്പാദിക്കുകയാണ്. നാട്ടുവൈദ്യക്കാരിയായ മാധമ്മ അത്യാഗ്രഹമൂത്ത് തന്റെ കസ്റ്റമറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് തനിക്കൊരു ഡെഡ് ബോഡി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കണ്ട പോലീസ് അടുത്ത ദിവസം തന്നെ ഒരു മൃതദേഹം മാധമ്മയ്ക്ക് എത്തിച്ചു നൽകുന്നു. എന്നാൽ വീണ്ടും തനിക്കൊരു ഡെഡ് ബോഡി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മാധമ്മ വീണ്ടും ഒരു സഞ്ചി നിറയെ ആഭരണങ്ങളും സ്വർണ്ണങ്ങളും നൽകുന്നതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ സംശയമാകുന്നു. കട്ടേരി എന്ന ഈ മൂവിയുടെ ഫുൾ